കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്യുന്നു. മക്കളില്ലാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ. കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കണ്ണിന്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പൊ അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി? അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി വർഷം മാറാതെ നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. കർത്താവെ, ജീവിത മാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിന്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക മുന്നേറ്റങ്ങളിലെ ചില മാങ്ങ അണ്ടിടത്തൊക്കെ പുഴു ഉണ്ടാവുമെന്ന് പറയണില്ലേ? അത് പൂ ഇടണ കാലത്ത് കയറിപ്പറ്റ മുട്ടയായിരിക്കും, ചിലപ്പോൾ പുഴുവായിരിക്കും. അത് മാങ്ങ പിഞ്ച് വളർന്ന് ഉണ്ണി വളർന്നതിന് ശേഷം അത് മാങ്ങ മൂക്കുന്ന അനുസരിച്ച് അതിൻ്റെ ആ പുഴു അതുപോലെ വളർന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഒരു സംഭവമാണ് ഈ സൽപ്രവൃത്തികൾക്ക്. ഇങ്ങനെ ഒരു ഗതികേടുണ്ട്. സൽപ്രവൃത്തികളൊക്കെ ഉണ്ടായല്ല നമ്മൾ അറിയത്തില്ല. അത് കാരണം അതിൻ്റെ മുഴുവനും ഫലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ സുവിശേഷ വിലക്ക് ഇപ്പൊ നമ്മളതിനെ കരിസ്മാറ്റിക് ഇപ്പൊ ഞാനും പണ്ട് കരിസ്മാറ്റിക് ധ്യാനം നടത്തിയതാണ്. ഇപ്പൊ മരിയൻ ധ്യാനം നടക്കണം. ഇപ്പൊ കരിസ്മാറ്റിക് ധ്യാനത്തിൽ ആദ്യകാലങ്ങളൊക്കെ വരുന്നവര് നമ്മുടെ ഇടവകയിലൊക്കെ ഞാനൊരു 12 ഇടവക കൊച്ചനായിട്ടും കേട്ടിരുന്നിട്ടുണ്ട്. അപ്പൊ അവിടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ വരും ഇടവകയില്. പക്ഷെ അവര് ധ്യാനം കൂടി, പിന്നെ വളർച്ചാ ധ്യാനം കൂടി, അതുപോലെ തന്നെ അന്തരീക്ഷ ധ്യാനം കൂടി, പിന്നെ പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടി, ഓരോരോ ധ്യാനം കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇവർക്ക് ഗർവ് കൂടും. അച്ഛനാണെന്നും പറഞ്ഞ് എനിക്കൊരു ഗർവ് ഉണ്ടെങ്കിൽ ഈ അച്ഛൻ ശുശ്രൂഷയുടെ ഫലം ഭാഗികമായിരിക്കും. അപ്പൊ ഇത് എന്നെ കണ്ടുപിടുത്തമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നലെ നമ്മൾ കണ്ട വചനം വായിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും. ഇന്നലെ എന്താ കണ്ടത്? 1:9-16. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് അഹംഭാവം കണ്ട. ഈ സാധനം കയറി വരും. അഹംഭാവം എന്നുള്ള സംഭവം കയറി വരും. ഇത് പൗലോസിന്റെ ഒരു നിരീക്ഷണമാണിത്. അതായത് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ കർത്താവിനെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു, എൻ്റെ സഭകൾ വളരുന്നു എന്ന് പറയുമ്പോൾ പത്രോസിന്റെ ഈ പൗലോസിനേക്കാൾ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. പത്രോസിനെ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. ഇപ്പൊ ഈ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന അഹംഭാവത്തിന്റെ ഒരു ബഹിസ്ഫുരണമാണ് ഈ പറയണത്. കാര്യം അദ്ദേഹം പറയത്തില്ലേ, നിങ്ങൾ പരിസയനാണെങ്കിൽ ഞാനും പരിസയനാണ്, നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെയാണ് ആദ്യ കാര്യങ്ങൾ അദ്ദേഹം പറയണത്. അപ്പൊ അതിനകത്ത് ഒരു അഹംഭാവം ഉണ്ട്. പക്ഷെ ക്രമേണ ക്രിസ്തു ആ മേഖലയെല്ലാം ക്രിസ്തു നിറഞ്ഞു കഴിയുമ്പോൾ
പുള്ളിക്കാരൻ പറയും ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കണം എന്ന് പറയും. അത് പ്രോസസ്സാണ്. ഇതുപോലെ എല്ലാവരിലും ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടതാണ്. പൗലോസിന് വളരെ നന്നായിട്ട് നടന്നത്, പൗലോസിനെ പിന്നെ വിട്ടുകൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പ്രകൃതി കൊണ്ടുണ്ടായിരുന്നു വിട്ടുകൊടുക്കുന്നതിന് പത്രോസിനേക്കാൾ പാടായിരുന്നു പൗലോസിനെ വിട്ടുകൊടുക്കാൻ. ഗർവ് കൂടുതലായിരുന്നു. പത്രോസിനോട് പോലും പരസ്യമായിട്ടൊക്കെ ശാസിക്കാൻ ശരിക്കും പറഞ്ഞ ഒരു അർഹതയില്ലാത്ത മനുഷ്യനാണ്. അതൊക്കെ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിലും പുള്ളിക്കാരൻ പത്രോസിനോട് ശാഠ്യം പിടിച്ചു. അപ്പൊ അതൊക്കെ നമുക്കിത് ഇന്ന് വായിക്കുമ്പോഴും നമുക്ക് സങ്കടം വരും. ശരിക്കും അത് ഒഴിവാക്കാമായിരുന്നു. പത്രോസ് ആര്? ദൈവം അംഗീകാര മുദ്ര കൊടുത്തവനല്ലേ, അവന്റെ മേലല്ലേ ഈ സഭയെല്ലാം പണിതിരിക്കണത്. അപ്പൊ ദൈവം തിരഞ്ഞെടുത്തവനെ പരസ്യമായിട്ട് ഇന്നലെ വന്ന ആള്, അതും കുറെ നാള് കർത്താവിന്റെ ആൾക്കാരെ കൂടി അടുത്ത ആൾക്കാരെ കൊല്ലാൻ പോയപ്പോ ദൈവം കഴുത്തെ പിടിച്ചുള്ള താഴെയിട്ട ആളാണ്. അയാൾക്ക് മനസാന്തരം ഉണ്ടായി, അയാൾ തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴ് ഒരു പാകത ആ സമയത്തും വരണില്ല. ശരിക്കും പൗലോസിന് അവസാന കാര്യങ്ങളിലാണ് ശരിക്കും പാകത വരണത്, കാര്യങ്ങളെ മനസ്സിലാക്കി വരുന്നത്. ഇതൊരു നേച്ചറിന്റെ പ്രോബ്ലമാണിത്. നമ്മൾ കുറച്ചുകൂടി സബ്മിസീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ക്രിസ്തു നമ്മളിൽ നിറയും. കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ ഒരു വിഷയത്തെ, അതായത് ഈ അഹംഭാവം എന്നുള്ള വിഷയത്തെ വല്ലാത്ത രീതിയിൽ ഈശോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കടമയൊക്കെ പറയുമ്പോ പ്രയോജനരഹിതന്മാരാ, ദാസന്മാരാണെന്നൊക്കെ പറയണില്ലേ, അത് അഹംഭാവത്തിന് യാതൊരു സ്കോപ്പോടെ ഇല്ലെന്നേ പറയണത്. അതാ ഈശോ പറഞ്ഞതാണ് സംഭവം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമല്ലേ 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്. അപ്പൊ പ്രയോജനമില്ലാത്ത ദാസന്മാർ, അതാണ് ആ ഉള്ള അഹംബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ലെസ് സെർവന്റ് ആണെന്ന്. പക്ഷെ ഇതിങ്ങനെ പറയാൻ എളുപ്പമാണെങ്കിലും അത്ര പ്രായോഗികമല്ലേ. കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ നല്ല സമയമെടുക്കും. അത് ഓരോ വിഷയം. ഇപ്പം നമ്മൾ ചില ആൾക്കാർ വളരെ ഡെസിബിളായിട്ടും തോന്നുന്നുണ്ടെങ്കിലും ചിലർ വളരെ വിനയമുള്ളവരായിട്ട് തോന്നും, ചിലർ വളരെ സബ്മിസീവായിട്ട് തോന്നും. പക്ഷെ അപ്പം നമ്മളവർക്ക് എന്ത് എളിമയുള്ള മനുഷ്യരാണെന്ന്. പക്ഷെ അത് അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു തനത് പ്രശ്നം വരാത്തത് കൊണ്ടാണ് അവർ ആ സമയത്ത് എളിമയോടെ വിനയത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നത്.